റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ 1-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് യോജിപ്പിക്കാം എന്നാണ്. യോജിപ്പിക്കാം. താഴെ 6 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇവിടെ ഒരു ബോക്സിലാക്കിങ്ങാണ്ട് കള്ളികൾ ഇട്ടിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദ്യങ്ങൾ ഇങ്ങനെ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് താഴേക്ക് എഴുതുക. ചോദ്യം ഉത്തരം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ മുമ്പേ ആൻസറുകളൊന്ന് വായിക്കുക. എത്തിതാല്, പിന്നെ നെഞ്ചുകൊണ്ട്, നിസ്കാരം, തൂണാണ്, 7 വയസ്സായാൽ, 5, ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ നോക്കുക. 1-ാമത്തെ ചോദ്യം എന്താ? ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ശാരീരിക ആരാധന പറഞ്ഞാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? എന്താണ് അതിൻ്റെ ആൻസർ? നിസ്കാരമാണ്. നമുക്കറിയാം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം. അപ്പോൾ നിങ്ങളുടെ താഴേക്ക് എടുത്ത് ചെയ്ത്. 2-ാമത്തത് എന്താ? നിസ്കാരം ദീനിൻ്റെ ഡാഷ്. എന്താണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് 2-ാമത്തെ ആൻസറായിട്ട് വരിക. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ഇനി 3-ാമത്തത് കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്, ഈ ആൻസറുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഉത്തരം അതിൽ കിട്ടും നമുക്ക്, അല്ലേ? 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ 7 വയസ്സായാൽ എന്നുണ്ട്. എന്താണ് 3-ാമത്തെ ആൻസർ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ 7 വയസ്സായാൽ ഇവിടെ മറ്റേ എപ്പോഴാണ് അടിക്കേണ്ടത് എന്ന് ചോദിക്കുക. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 10 വയസ്സായാൽ എന്ന് എഴുതിയേക്കാം. ഇവിടുത്തെ ചോദ്യം നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് എത്ര വയസ്സായാൽ, അപ്പോൾ 7 വയസ്സായാൽ എന്നാണ് കേട്ടോ. ഇനി 4-ാമത്തത് റുക്കുവിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങൽ. റുക്കുവിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുന്നതിൻ്റെ പേരെന്താണ്? ഇതാണ് അതിൻ്റെ ആൻസർ, എത്തിദാൽ. അപ്പോൾ ഇവിടെ എത്തിദാൽ എന്ന് എഴുതാം. റുക്കുവിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങൽ എത്തിദാലാണ്. 5-ാമത്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഇത്തരം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 നമുക്കറിയാലോ. 5 എന്ന് ഇവിടെ ഉണ്ട്, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. ഇനി 6-ാമത്തെ ചോദ്യം, നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ ഖിബിലക്ക് മുന്നിടണം. നിന്നിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ഇരുന്നിട്ട് നിസ്കരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? ഖിബിലക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ടാണ്? ഇവിടെ ഉണ്ട് ആൻസർ. 6-ാമത്തത് നെഞ്ചുകൊണ്ട്. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്? നെഞ്ചുകൊണ്ട്. അപ്പോൾ ഇതിനോട് യോജിക്കുന്ന ഉത്തരം ഇവിടെ ഉള്ളത് നെഞ്ചുകൊണ്ട് എന്നാണ്. അപ്പോൾ അത് എഴുതാം. ഇനി 2-ാമത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ശരിക്ക് ശരി, തെറ്റിന് തെറ്റ് അടയാളപ്പെടുത്താം എന്നാണ്. അതിവിടെ വിട്ടുപോയിട്ടുണ്ട്. ശരിക്ക് എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. തെറ്റിന് തെറ്റ് അടയാളപ്പെടുത്തുക. ഇതാണ് ചെയ്യേണ്ടത്. താഴെ 6 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ചിലത് ശരിയായിരിക്കും, ചിലത് തെറ്റായിരിക്കും. ശരിയാണെങ്കിൽ ഇവിടെ ശരിയിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. നമുക്ക് വായിച്ചു നോക്കാം. 1-ാമത്തെ ചോദ്യം എന്താ? പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. അത് ശരിയാണല്ലേ? അപ്പോൾ ഇവിടെ ശരിയിടാം. ഇനി 2-ാമത്തത് ഉറക്കം കാരണം നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഉറക്കം കാരണം നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. ഖളാ വീട്ടണം. അപ്പോൾ തെറ്റാണ്. ഖളാ വീട്ടുക വേണം, പക്ഷേ അതിന് കുറ്റം കിട്ടൂല എന്നർത്ഥം. ഉറക്കം, മറവി കാരണമൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ കുറ്റം ഉണ്ടാവില്ല, പക്ഷേ ഖളാ വീട്ടണം. അപ്പോൾ ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്.
മൂന്നാമത്തത് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടണം. എങ്ങനെ? ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ച് പോരാ. നമ്മൾ നെഞ്ചും മുഖവും എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ നെഞ്ച് പോരാ, നെഞ്ചും മുഖവും കൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. അപ്പോൾ ഈ പറയുന്നത് തെറ്റാണ്. നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടേണ്ടത് ആരാ? നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ തെറ്റാണ്. നാലാമത്തത് വുളൂ ഇല്ലാത്ത അവസ്ഥയെ വലിയ അശുദ്ധി എന്ന് പറയുന്നു. വുളൂ ഇല്ലാത്ത അവസ്ഥയെ വലിയ അശുദ്ധി എന്നാണ് പറയുക. അല്ല, ഇവിടെ തെറ്റുണ്ട്, ചെറിയ അശുദ്ധി എന്നാണ് പറയുക. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി അഞ്ചാമത്തത് ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. ശരി തന്നെയാണല്ലേ? നിസ്കരിക്കുന്നവൻ്റെ ശരീരം, വസ്ത്രം, സ്ഥലമൊക്കെ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയിടാം. ആറാമത്തത് പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. അത് ശരിയാണ്. അപ്പോൾ അത് ശരിയിടാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 2 വീതം എഴുതാമെന്നാണ് മൂന്നാമത്തത്. 2 ഉത്തരങ്ങൾ എഴുതാനുണ്ടാകും. അങ്ങനത്തെ കുറേ സാധാരണ ചോദ്യങ്ങളൊക്കെ എന്തായാലും വരാറുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വിസർജന മര്യാദകൾ നമ്മൾ 21 പേജ് തുറന്നു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അഥവാ 8ാമത്തെ പാഠത്തിൽ വിസർജന മര്യാദകൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ടല്ലേ? പച്ച കുത്തിട്ടുങ്ങാണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. ഖുർആൻ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക, പാദരക്ഷ ധരിക്കുക, തലമറക്കുക, വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക, കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക, വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് എല്ലാതും കൂടി ഒന്നും ചോദിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ 2 ചോദിച്ചിട്ടുള്ളത്. 2 ഇതാണ്. ഞാൻ ഏറ്റവും എളുപ്പമുള്ള 2 ഇതാണ്. 1 പാദരക്ഷ ധരിക്കുക, 2 തലമറക്കുക. ഞാനിവിടെ എനിക്കിഷ്ടമുള്ള 2 എഴുതി. നിങ്ങൾക്ക് അറിയുന്നതിൽ നിന്ന് ഏത് 2 എഴുതാവുന്നതാണ് ഇങ്ങനെ ചോദ്യം വന്നാൽ. ഇനി അതിലെ 2ാമത്തെ ചോദ്യം നോക്കൂ. വുളൂ മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ 7ാമത്തെ പാഠത്തിൽ പഠിച്ചു. 4 കാര്യങ്ങളാണുള്ളത്. 1 മലമൂത്രദ്വാരങ്ങളിലൂടെ മനീയല്ലാത്തത് പുറപ്പെടുക, അതാണ്. മറ്റൊന്ന് ഉറക്കം, ഭ്രാന്തി, ബോധക്ഷയം, മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 3ാമത്തത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. 4ാമത്തത് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഏതും എഴുതാം. ഞാനിവിടെ 2 ഇതാണ്. 2 ഇതിലുള്ള ഒന്നാമത്തത് മലമൂത്രദ്വാരങ്ങളിലൂടെ മനീയ് അല്ലാത്തത് പുറപ്പെടുക. അതിൻ്റെ മുകളിലാണ് ബാക്കി എഴുതിയിട്ടുള്ളത്. 2ാമത്തത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യ സ്ഥാനം സ്പർശിക്കുക. ഇങ്ങനെ 2 കാര്യങ്ങൾ എഴുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാം. ഇനി 3ാമത്തത് വുളൂഇൻ്റെ ഷർത്തുകൾ. അത് നമ്മൾ പഠിച്ചത് 10ാമത്തെ പേജ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കാണാം. അഥവാ 4ാമത്തെ പാഠത്തിൽ 10ാമത്തെ പേജ്. വുളൂഇൻ്റെ ഷർത്തുകൾ: 1 വെള്ളം തുഹൂറായിരിക്കുക, 2 കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കുക, 3 വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക, 4 വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. ഇതൊക്കെയാണ് വുളൂഇൻ്റെ ഷർത്തുകൾ. അപ്പോൾ അതിൽ നിന്ന് 2 ഇവിടെ എഴുതാം. 1 വെള്ളം തുഹൂറായിരിക്കുക, അതിവിടെ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. ഇത് 2 ഇവിടെ എഴുതിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് ഏതും എഴുതാം. ഇതന്നെ എഴുതിക്കോ. ഈ ചോദ്യം വന്നാൽ ഞാൻ ഇതിനെ തന്നെ എഴുതിക്കണമെന്നൊന്നുമില്ലല്ലോ. ജസ്റ്റ് 2 എഴുതിയെന്ന് മാത്രം. എല്ലാതും പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാതും പഠിക്കുകയും ചെയ്യുക. 4ാമത്തത് വുളൂഇൻ്റെ ഫർളുകളാണ്. വുളൂഇൻ്റെ ഷർത്തുകളാണ് ഇപ്പോൾ നേരത്തെ ചോദിച്ചത്. ഇപ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ നമ്മൾ 5ാമത്തെ പാഠത്തിൽ വുളൂഇൻ്റെ ഫർളുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? 1 നിയ്യത്ത് ചെയ്യുക, 2 മുഖം കഴുകുക, 3 2 കൈയും മുട്ടോട് കൂടി കഴുകുക, 4 തലയിൽ നിന്ന് അല്പം തടവുക, 5 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 ഇവയെല്ലാം വഴിയായി ചെയ്യുക. ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള 2 ഞാൻ ഇതാണ്. 1 നിയ്യത്ത് ചെയ്യുക, 2 മുഖം കഴുകുക. നിയ്യത്ത് ചെയ്യുക, മുഖം കഴുകുക. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് എഴുതാം. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. 1ാമത്തെ ചോദ്യം തർത്തീബ് എന്നാൽ എന്താണ് തർത്തീബ് എന്നാൽ?
നമ്മളതിങ്ങനെയാണ് പറയുന്നത്, മുകളിൽ പറഞ്ഞ ഫർളുകൾ ക്രമപ്രകാരം ചെയ്യുക എന്നാണ് അല്ലേ. അപ്പം മുകളിൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകം ചോദിക്കുമ്പോൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഫർളുകൾ ക്രമപ്രകാരം ചെയ്യുക എന്ന് എഴുതിയാലും മതി. ഫർളുകൾ ക്രമപ്രകാരം ചെയ്യുക, അല്ലെങ്കിൽ ഇനി ക്രമപ്രകാരം ചെയ്യുക എന്ന് എഴുതിയാലും തർത്തീബിൻ്റെ ഉത്തരം തന്നെയാണ്. രണ്ടാമത്തത് ഇഖാമത്തിൽ പ്രത്യേക പദം. ബാങ്ക് ഇഖാമത്തൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. അതിൽ ഇഖാമത്തിൽ പ്രത്യേകമായിട്ടൊരു പദമുണ്ട്. അതെന്താണ്? ഖദ് ഖാമത്തി സ്വലാ എന്നാണ് അല്ലേ. ബാങ്കിൽ സുബ്ഹി ബാങ്കിലാണ് ഈ പ്രത്യേകമായിട്ടൊരു പദമുണ്ട്. അത് അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്നാണ്. അതേപോലെ ഇഖാമത്തിൽ പ്രത്യേക പദം ഖദ് ഖാമത്തി സ്വലാ എന്നാണ്. അപ്പോൾ അതവിടെ എഴുതാം. മൂന്നാമത്തത് അബ്ആദു സുന്നത്തുകൾ എത്രയാണ്? 7 എണ്ണമാണ് അല്ലേ. അപ്പോൾ 7 എന്ന് എഴുതാം. ഇപ്പോൾ അക്കത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നാലാമത്തെ ചോദ്യം, സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയം എഴുതുക. സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയമാണ് ഫജ്റു സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. അതാണ് സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയം അല്ലേ. ഫജ്റു സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അങ്ങനെ എഴുതാം. അഞ്ചാമത്തേത് നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്താണ്? നിസ്കാരത്തിൽ പെടാത്തതും അതൊന്ന് ശ്രദ്ധിക്കണേ. പെട്ടതും എന്ന് പറഞ്ഞാൽ അത് ഫർളായി. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അപ്പം ഇങ്ങനെ എഴുതാം, നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങൾ അങ്ങനെ എഴുതാം. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വിധി എഴുതാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്, വിധി എഴുതാനൊക്കെ. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? വുളൂഇൽ തല മുഴുവൻ തടവൽ. വുളൂഇൽ തല അല്പം തടവൽ ഫർളാണ്, മുഴുവൻ തടവൽ എന്താണ്? സുന്നത്താണ് അല്ലേ. അപ്പോൾ സുന്നത്ത് എന്ന് എഴുതാം. അങ്ങനെയാണ് വിധി എഴുതേണ്ടത്. രണ്ടാമത്തേത് കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ളപ്പോൾ നിസ്കരിക്കൽ. കാഷ്ടിക്കാനോ മൂത്രിക്കാനൊക്കെ ഉള്ള സമയത്ത് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അഥവാ ആ സമയത്ത് നിസ്കരിക്കാതിരിക്കുകയാണ് നല്ലത്, കറാഹത്താണ്. മൂന്നാമത്തേത് നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടൽ. നിസ്കരിക്കുമ്പോൾ ഖിബിലക്ക് മുന്നിടൽ എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്താണ് അല്ലേ. അപ്പോൾ ഷർത്ത് എന്ന് എഴുതിയാൽ മതി, ഷർത്ത്. പിന്നെ നാലാമത്തേത് പുരുഷൻ തലമറക്കൽ. നിസ്കാരത്തിൽ പുരുഷന് തലമറക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പോൾ സുന്നത്ത് എന്ന് എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.